നമസ്കാരം. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആള് പുതിയ വണ്ടിയെല്ലാം എടുത്തിട്ട് വെള്ളത്തിലെല്ലാം ഇറക്കുന്നുണ്ട്. ഇപ്പോൾ മഴയുള്ള സീസൺ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വിചാരം വെള്ളത്തിലിറക്കിയാൽ ഭയങ്കര സാഹസികമാണ് അപ്പുറത്തിയാൽ. പക്ഷേ ഈ വണ്ടിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. പഴയ വണ്ടി, പഴയ 95, 96, 2000 മോഡൽ ജീപ്പ് പോലെയല്ല ഇപ്പോഴത്തെ വണ്ടി. പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഗിയറോസ്, ഹൗസിങ്, പമ്പ് ഡയറക്റ്റ്, അതായത് ഡി ഐ ഡി ഐ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ആകുന്ന സമയത്ത് പമ്പ് ഓൺ ആകുമ്പോൾ എഞ്ചിൻ ഇത് വലിക്കും, ഡീസൽ വലിച്ച് അങ്ങനെയാണ് പണി. അപ്പോൾ അത് ചെറിയ സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ പറഞ്ഞാൽ ഫ്യൂവൽ പമ്പ് കാര്യങ്ങളെല്ലാം വന്ന് ഏത് വണ്ടിയായാലും ഫുൾ ഇലക്ട്രോണിക് ആയി, ECM കാര്യങ്ങളിലായി. അപ്പോൾ പഴയ വണ്ടി വെള്ളത്തിലിറക്കിയാൽ പിടിച്ച് നിൽക്കും, മാക്സിമം ഓഫാകാതെ നിൽക്കും. അധികം വണ്ടി അങ്ങനെ ഒരു കണക്കുണ്ട്, ആ പരിധിയിൽ വണ്ടി ഒന്നും ആവില്ല. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു എഞ്ചിൻ റൂമിൽ വെള്ളം കയറിയാൽ വണ്ടി എന്തായാലും ഓഫ് ആവും. അത് സൈലൻസറിൽ തന്നെ കയറണമെന്നില്ല, വയറിംഗ് കിറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ ECMനോ ഏതെങ്കിലും വെള്ളം കയറിയാൽ മതി, വണ്ടി ഓഫ് ആവും. പിന്നെയെന്ന് വെച്ചാൽ വണ്ടിയുടെ ഉള്ളിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ പ്രശ്നം, തുടച്ചാൽ പോകില്ല അത്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ റെക്സിനും കാര്യങ്ങളിലും ഇടുന്നത് കൊണ്ട് വെള്ളം അതിൻ്റെ ഈർപ്പാട് തന്നെ തട്ടി നിൽക്കും. ഒരു കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ഈർപ്പം വെള്ളത്തിൻ്റെ പശ ഉണ്ടാവും. അപ്പോൾ എന്താകുമെന്ന് വെച്ചാൽ തുരുമ്പാവും വേഗം. വണ്ടിയുടെ അടി പുതിയ വണ്ടി തന്നെ ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തുരുമ്പായിട്ട് എല്ലാം പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പുതിയ വണ്ടി വെള്ളത്തിൽ ഇറക്കാൻ പാടില്ല. പഴയ ജീപ്പെല്ലാം ഇറക്കുന്നത് പ്രശ്നമില്ല, അതിന് എഞ്ചിൻ പണി വന്നാൽ തന്നെ ആകെ 40-60 റുപ്യയുടെ എല്ലാം സെറ്റാവും. പിന്നെ ഹൗസിങ്ങിലെല്ലാം വെള്ളം കയറും. അത് കയറിയാലിനെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം പഴയ വണ്ടിയാകുമ്പോൾ. അതുകൊണ്ടാണ് പഴയ വണ്ടിപ്രാന്തം മാറില്ല ഈ വണ്ടി അതിൽ ഇറക്കിയിട്ട് അവരത് ബാക്കിയുള്ള കാര്യങ്ങൾ മെയിൻ്റെനൻസ് ആക്കാൻ അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ ഈ വാഗണർ പുതിയ ടൈപ്പ് വണ്ടിയെല്ലാം വെള്ളത്തിൽ ഇറക്കിയ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആരും ഇറക്കാൻ നിൽക്കണ്ട, ഇറക്കിയ എട്ടിൻ്റെ പണി കിട്ടും. ഒന്നുകിൽ ടോട്ടൽ ലോസ് ആകും, എല്ലാ എഞ്ചിൻ പണി, അല്ലെങ്കിൽ പിന്നെ ഇത് നേരാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും മഴയത്ത് വണ്ടി വെള്ളത്തിൽ ഇറക്കാതെ നിൽക്കുക. നാട്ടുകാർ പറയും വണ്ടി ഇറക്കാൻ പാടില്ല, നല്ല വെള്ളമുണ്ട് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം. കുറേ ആക്കിൽ തൂക്കടാന്ന്. എൻ്റെ വണ്ടി ഒന്നും ആവില്ല എന്ന് കമ്പനി പറഞ്ഞു. കമ്പനി ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരു പരിധി വരെ, ഒരു ടയറിൻ്റെ മുകളിൽ വരെ വെള്ളം പ്രശ്നമില്ല. നമ്മളെ ബോണ്ടിൻ്റെ മുകളിലേക്ക് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് എഞ്ചിൻ്റെ കാര്യങ്ങൾ എന്തായാലും പോവും, തീരുമാനമാകും. ഇപ്പം നമ്മൾ സർവീസ് ആക്കാൻ പോയാലും അവർ പറയില്ല എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് വയറിങ് കിറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ പോകുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ആരും വണ്ടി മഴയിലെ സമയമാണ്, ആരും വെള്ളത്തിൽ ഇറക്കാതെ നിൽക്കുന്നത് ഏറ്റവും സേഫാണ്. ഓക്കെ. അപ്പോൾ വീട്ടിൽ വണ്ടി വെച്ചിട്ട് പോകുന്നവരും മഴയെല്ലാം നല്ല താണ പ്രദേശമെല്ലാം ഇല്ല ആൾക്കാരാണെങ്കിൽ മാക്സിമം വണ്ടി മുകളിലോട്ട് കയറ്റി വെക്കാൻ ആരോടും പറയാം. ഇന്ന് ഞാനൊരു വണ്ടി എടുത്തിന്, ആ വണ്ടി വീട്ടിൽ ആളില്ലാതെ ആയിപ്പോയി. അപ്പോൾ അവരാടില്ലാത്തതുകൊണ്ട് വണ്ടി ആടെയായി, വീട്ടിൽ ഫുള്ള് വെള്ളം കയറി, വണ്ടിയുടെ ഉള്ളിലും വെള്ളം കയറി, വണ്ടി ഫുള്ള് പോയി. ഇപ്പോൾ നമ്മൾ ക്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലിട്ടിട്ടില്ലേ, എന്താവും അറിയില്ല. ശരിയാക്കാന്ന് പറയുന്നത്, അതെല്ലാം ഫുള്ള് എയർ അടിച്ചിട്ട് കളയണം, കുറേ പണിയുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, എല്ലാവരും മഴയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ എന്നാൽ.